ഇപ്പോൾ പോളിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 6 മണിക്ക് തന്നെ പോളിംഗ് അവസാനിച്ചു. വൈകുന്നേരത്തോടുകൂടി തന്നെ ഏതാണ്ട് പോളിംഗ് ബൂത്തുകളൊക്കെ ഏതാണ്ട് ശൂന്യമായിരുന്നു. പരമാവധി വോട്ടർമാർ നേരത്തെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി M. സ്വരാജ് നമ്മോടൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ 21 ദിവസത്തെ പ്രചാരണം, അതിനൊടുവിൽ ഇന്ന് പരമാവധി പോളിംഗ് ബൂത്തുകളൊക്കെ സന്ദർശിച്ച് പോളിംഗ് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ദിവസങ്ങളിലൊക്കെ പ്രചാരണം കഴിഞ്ഞെന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലെത്തി? എന്താണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ? പോളിംഗ് ശതമാനത്തിൻ്റെയും മറ്റും ഒടുവിലത്തെ കൃത്യമായ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ ശതമാനത്തിൻ്റെ കണക്കിലല്ല LDF ആശ്വാസം കൊള്ളുകയോ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയോ ചെയ്യുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച ഘട്ടം മുതൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വലിയ ഐക്യദാർഢ്യവും പിന്തുണയുമാണ് പ്രകടിപ്പിച്ചിരുന്നത്. അത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഇന്ന് പോളിംഗ് ദിവസവും അതിലൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി പ്രവർത്തകരാകെ വലിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ്. ഈ തിരഞ്ഞെടുപ്പ് പോളിംഗ് അവസാനിക്കുന്ന നിമിഷവും ആ പ്രതീക്ഷയ്ക്കും ആത്മവിശ്വാസത്തിനും ഒരു മങ്ങലും ഏറ്റിട്ടില്ല. 23-ന് വോട്ടെണ്ണുമ്പോൾ സ്വരാജ് തന്നെ നിയമസഭയിലേക്ക് എത്തും. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അവിടെ നേതാക്കളൊക്കെ കാത്തിരിക്കുകയാണ്. അത് LDFൻ്റെ ഉറച്ച വിജയപ്രതീക്ഷയാണ് എല്ലാ ഇടതുമുന്നണി പ്രവർത്തകർക്കുമുള്ളത്. അത് ഈ നാട് പ്രകടിപ്പിക്കുന്ന ഐക്യദാർഢ്യത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു ആത്മവിശ്വാസമാണ്. ആത്മവിശ്വാസത്തിനൊരു കുറവുമില്ല. ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ 23 ദിവസമായി ഇവിടെ പ്രചരണത്തിൻ്റെ തിരക്കിലായിരുന്നു. മറ്റെല്ലാ വായന പോലും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ രാവും പകലും ഒക്കെ ഓട്ടത്തിലായിരുന്നു. ഇനിയുള്ള ഈ കൗണ്ടിങ് വരെയുള്ള 3 ദിവസങ്ങളുടെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? ഇന്ന് തിരുവനന്തപുരത്തേക്കും നാളെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗമാണ്. അപ്പോൾ മറ്റ് ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ പോകും. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കൗണ്ടിങ് ദിവസമാണ് ഇവിടെ ഉണ്ടാവും. ഓക്കെ താങ്ക് യു. അസിത, അപ്പോൾ M. സ്വരാജാണ് ഈ തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് LDF ഉള്ളത്. കാരണം പോളിംഗ് ശതമാനം എന്നുള്ളതൊരു ഘടകമല്ല. കാരണം വളരെ സുസജ്ജമായ സംഘടനാ സംവിധാനത്തിലൂടെയാണ് LDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് പോയത്. ഇപ്പോൾ M. സ്വരാജിന് ശേഷം അല്പസമയത്തിനകം തന്നെ CPM പോളിറ്റ് ബ്യൂറോ അംഗം ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള A. വിജയരാഘവനും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അസിത.